വ്രതശുദ്ധിയുടെ ഈ നോമ്പുകാലത്ത് ചില വ്യാജ പ്രചരണങ്ങളുടെ പേരിൽ ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു വിഭാഗത്തെ നാഗ്പൂരിൽ വളരെ ക്രൂരമായി ആക്രമിച്ചു. ശരിക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശരിയാണ്, നാഗ്പൂരിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഈ വിശുദ്ധ മാസം എന്ന് ലോകമെങ്ങും കരുതുന്ന വിശ്വാസികൾ കരുതുന്ന ഈ റംസാൻ മാസത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അതിദാരുണമായ സംഭവങ്ങളാണ് നാഗ്പൂരിൽ നടന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് പുറത്തു വിടുന്നില്ല പോലീസ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നത് ശരിയാണെങ്കിൽ അവിടെ ഒരു വിഭാഗം ആൾക്കാരെ മറ്റൊരു വിഭാഗം മാരകായുധങ്ങളുമായി എത്തി വീടുകളിൽ കയറി ആക്രമിക്കുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ നശിപ്പിച്ച് തീയിട്ട് അഗ്നിക്കിരയാക്കി. അതുപോലെ തന്നെ 30-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് വളരെ ശക്തമായിട്ട് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തിച്ചാർജ് നടത്തുകയും ഒക്കെ ചെയ്തു. ഇതിനെല്ലാം കാരണം ഒരു വ്യാജ പ്രചാരണമാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ ഇപ്പം നമുക്കറിയാം, അവിടെ ഛാവ എന്ന് പറയുന്ന ഹിന്ദി സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ഈ ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ മകൻ സാംഭാജി മഹാരാജാവ് ഔറംഗസേബിൽ നിന്ന് നേരിട്ട കൊടിയ പീഡനങ്ങളുടെ നേർചിത്രമാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇത് ചരിത്രത്തിലുള്ളതാണ്, അത് ചരിത്രത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വ്യാജ സൃഷ്ടിയൊന്നുമല്ല. അപ്പോൾ ഈ മറാഠികളുടെ വികാരം നമുക്കറിയാം, അവരുടെ ഒരു ദേശീയ സ്വഭാവവും ആ മറാഠ വികാരവും വളരെ ശക്തമാണ്. ഈ തമിഴ് വികാരം പോലെ തന്നെ പെട്ടെന്ന് ആളി കത്തിക്കാൻ പറ്റുന്ന ഒരു വൈകാരിക സമൂഹമാണ് ഈ മറാഠികൾ. അവർക്കത് വലിയ എന്താ പറയുക, അവരുടെ ഉറങ്ങിക്കിടന്ന ആ ഒരു പൗരുഷത്തെ വലിയ രീതിയിൽ തട്ടി ഉണർത്തുന്നതായിരുന്നു ആ സിനിമ. അതിൽ തന്നെ അവർക്ക് ഔറംഗസീബിനോട് വളരെ പണ്ട് തൊട്ടേ ഈ മറാഠികൾക്ക് വലിയ, മുഗളന്മാരോട് അവർക്ക് പ്രത്യേകിച്ചും വിരോധമുണ്ട്. കാരണം ഈ മുഗളന്മാരും മറാഠികളും തമ്മിൽ നിരന്തരം സംഘർഷത്തിലായിരുന്നു. ശിവാജി മഹാരാജാവാണ് ഒരു മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച് മുഗളന്മാരുടെ അധിനിവേശം തടഞ്ഞു നിർത്തിയത്. ഇല്ലെങ്കിൽ മുഗളന്മാർ ഇങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കയറുമായിരുന്നു. ദക്ഷിണേന്ത്യയിലേക്ക് വലിയ തോതിൽ അവർ വരാതിരുന്നതിന് കാരണം മറാഠികളാണ്, ശിവാജി മഹാരാജാണ്. അവർ പിന്നെ ഹൈദരാബാദ് വഴി കുറച്ചൊക്കെ ഇങ്ങനെ വന്ന് താഴോട്ട് ആർക്കാട്ട് നവാബ് വരെയൊക്കെ എത്തി, ആ സാമ്രാജ്യം വരെയൊക്കെ എത്തി അവർ. പക്ഷേ ഈ ശിവാജി ഒരു വലിയ പ്രതിരോധം അവർക്കെതിരെ ഉയർത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഔറംഗസേബും ശിവാജി മഹാരാജും മുഗളന്മാരും മറാഠികളും തമ്മിൽ നിരവധി തവണ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ഈ മറാഠികൾ ഈ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അത് അറിയപ്പെടുന്നത് ഛത്രപതി സാംഭാജി നഗർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ ഈ കുൽദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഔറംഗസീബിൻ്റെ ശവകുടീരം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലാണ്. അത് ഏറെ നാളായിട്ട് വിശ്വഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും ഒക്കെ ചേർന്ന് മറാഠികൾ അത് അവിടെ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ഡൽഹിയിലോ മറ്റോ കൊണ്ടുവച്ചോളൂ, അത് കാരണം ഡൽഹി ആസ്ഥാനമായാണല്ലോ ഇദ്ദേഹം ഭരിച്ചിരുന്നത്. അത് ഇവിടെ വേണ്ട, ഞങ്ങളുടെ രാജാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ, ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച ഒരാളിൻ്റെ ശവകുടീരം ഇവിടെ വയ്ക്കണ്ട എന്ന് അവർ വലിയ തോതിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ അവിടെ ഒരു 40-50 പേർ സംഘടിച്ച് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ആ പ്രതിഷേധത്തിൽ അവർ പ്രതീകാത്മകമായിട്ട് ഈ ശവകുടീരത്തിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ അവർ അത് കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ട് അത് വിശുദ്ധ ഗ്രന്ഥം കത്തിച്ചതാണ്, ഖുറാൻ കത്തിച്ചതാണ് എന്നുള്ള വ്യാജ പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ ആരംഭിച്ചു. അതല്ല ശരിക്കും സംഭവിച്ചത് ഇതാണ്. പക്ഷേ ഇവിടെ നാഗ്പൂരിൽ ഖുറാൻ കത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്, നമുക്കറിയാം നാഗ്പൂർ RSSൻ്റെ കേന്ദ്രം കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഖുറാൻ കത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തോതിൽ ലോകമെങ്ങും ഈ പ്രചാരണം വളരെ പെട്ടെന്ന് പടരും. അത് ലക്ഷ്യമിട്ടാണ് ചിലർ അത് ചെയ്തത്. എന്തായാലും അത് ചെയ്തത് ആരാണെന്നൊക്കെ പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, കുറ്റവാളികളെ പിടികൂടേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പ്രചാരണം വലിയ തോതിൽ അവിടെയുള്ള മുസ്ലിം സമൂഹത്തെ ഇളക്കി മറിച്ചു. അവർ വലിയ തോതിൽ സംഘടിക്കുകയും അവിടെ ഏകപക്ഷീയമായി അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. അത് അവിടുത്തെ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം, സംഭാലിലും ഇതുപോലെയാണ് സംഭവിച്ചത്. ഉത്തർപ്രദേശിൽ അവിടെ ഒരു പള്ളി പണ്ട് അമ്പലമായിരുന്നു, അത് തിരിച്ചു വേണം എന്നാവശ്യപ്പെട്ട് അവിടുത്തെ പ്രദേശത്തെ ഹിന്ദുക്കൾ വളരെ ശക്തമായി ആവശ്യവുമായിട്ട് രംഗത്ത് വന്നു.
അതിനെ സംബന്ധിച്ച് പുരാവസ്തു വകുപ്പ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 വട്ടം പരിശോധന കഴിഞ്ഞു. 3ാമത്തെ പരിശോധനയ്ക്ക് അവരവിടെ വന്നപ്പോഴാണ് ഒരു വിഭാഗം സംഘടിച്ച് അതിനെ എതിർക്കുകയും തുടർന്ന് കലാപം അവിടെ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തു. ആ കലാപത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആ 4 പേരും പോലീസ് വെടിവെപ്പിലല്ല കൊല്ലപ്പെട്ടത്, മറിച്ച് ഈ ആക്രമണത്തിന് വന്ന ആൾക്കാരുടെ കൈവശമുണ്ടായിരുന്ന തോക്കുകളിൽ നിന്ന് വെടിയേറ്റിട്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഒരുപാട് പേർ അതിൽ അറസ്റ്റിലായിട്ടുണ്ട്. അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ISI ഏജന്റ് പോലും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ആ സംഭവത്തിൽ. എന്തായാലും അതുപോലെ നാഗ്പൂരിലും അതിദാരുണമായ സംഭവങ്ങളാണ് നടന്നത്. അപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ആക്രമണകാരികൾ ആദ്യം ചെയ്തത് CCTVകളെല്ലാം അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. അത് തകർത്തതോടുകൂടി ദൃശ്യങ്ങൾ കിട്ടാതെയായി. എന്നിട്ട് ഇവർ ഇതുപോലെ മാരകായുധങ്ങളുമായിട്ട് അവിടുത്തെ ആ പ്രദേശത്ത് ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതലായിട്ട് കടന്നു കയറുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. പോലീസ് അവരെ നിരായുധീകരിക്കാനും അക്രമികളെ അറസ്റ്റ് ചെയ്യാനും ശ്രമിച്ചു. ഇവരുടെ അക്രമം പോലീസിന് നേരെയായി. 30-ലധികം പോലീസുകാർക്ക് മാരകമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിരവധി വാഹനങ്ങൾ അവർ കത്തിച്ചിട്ടുണ്ട്. ഇത് കൂട്ടമായി എത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഫട്നാവിസ് വളരെ കർശനമായിട്ട് തന്നെ പറഞ്ഞു. ഏത് അക്രമത്തെയും ആര് നടത്തിയാലും ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് എത്ര വലിയ അക്രമകാരിയാണെങ്കിലും ശരി, യാതൊരു ദാക്ഷിണ്യവും നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് കൃത്യമായിട്ടും പോലീസ് ആക്ഷൻ ഉണ്ടായിരിക്കും. എല്ലാ കുറ്റവാളികളെയും പിടികൂടി നിയമത്തിൻ്റെ മുന്നിലെത്തിക്കും, വ്യക്തമായ തെളിവുകളോടുകൂടി മുന്നിലെത്തിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കലാപം വളരെ പെട്ടെന്ന്, ഈ പറയുന്നത് പോലെ ആക്രമണം വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ കഴിഞ്ഞു. പോലീസ് വളരെ ശക്തമായി ഇടപെട്ടു. അതുകൊണ്ട് തന്നെ ആക്രമണകാരികൾ ചിതറിയോടി. ഇനി അവരെ കണ്ടെത്തുമായിരിക്കും പോലീസ്. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതാണ്. എന്തായാലും ഔറംഗസേബ് വീണ്ടും നമ്മുടെ രാജ്യത്ത് ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ്. ആ സിനിമയിലൂടെ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ച് ഈ VHP ഇങ്ങനൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഫട്നാവിസ് VHPക്കാരോട് പറഞ്ഞത്, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഈ ശവകുടീരം ഇവിടെ നിന്ന് മാറ്റി മുഗൾ ആസ്ഥാനമായിരുന്ന ഡൽഹിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, ചർച്ച ചെയ്യാം. എല്ലാ വിഭാഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ഒരു ഭരണാധികാരിക്ക് അതേ സാധിക്കുകയുള്ളൂ. ഒരു ദിവസം രാവിലെ വന്ന് അതങ്ങ് പൊളിച്ചു മാറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അതല്ല ഒരു ഭരണാധികാരിയുടെ കടമ. ഭരണാധികാരിയെ സംബന്ധിച്ച് തൻ്റെ പ്രജകളെല്ലാം ഒരുപോലെയാണ്. എല്ലാവരോടും തുല്യ നീതിയിൽ പെരുമാറേണ്ട ആളാണ് ഭരണാധികാരി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്തത് തീരുമാനിക്കാം. അപ്പോൾ വിശ്വന്തുരിഷത്തുകാർ ഒരു ഭീഷണി മുഴക്കി, ഇത് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ കർസേവ നടത്തും എന്ന്. മുമ്പൊരു കർസേവ നടന്നത് അറിയാമല്ലോ എന്നൊക്കെ അവർ വലിയ മുദ്രാവാക്യമൊക്കെ മുഴക്കി അവിടെ. അത് ഇവരെ പ്രകോപിപ്പിച്ച് കാണും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ അതിനെ തുടർന്നുണ്ടായ ഈ സംഭവം വളരെ കൃത്യമായിട്ട് ഈ കത്തിക്കുന്ന ദൃശ്യങ്ങൾ അത് ഖുർആൻ കത്തിക്കുന്നതാണ് എന്ന വ്യാജ പ്രചാരണം വളരെ ശക്തമായിട്ട് നടക്കുകയും അതിനെ തുടർന്ന് ഏകപക്ഷീയമായ ഒരു ആക്രമണം നാഗ്പൂരിൽ അരങ്ങേറുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ പോലീസ് അവിടെ കേന്ദ്രം എല്ലാ സഹായവും ഇദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കലാപം അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അടിച്ചമർത്താൻ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആര് കലാപത്തിന് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ആര് മുന്നിട്ടിറങ്ങിയാലും അവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട, നിയമത്തിൻ്റെ ശക്തമായ കരങ്ങൾ ഉപയോഗിക്കണം എന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഫട്നാവിസ് വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ അവിടെ വിന്യസിക്കുകയും കേന്ദ്ര സേനയടക്കം ഏത് നിമിഷവും രംഗത്തിറങ്ങാൻ തയ്യാറായിട്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അവിടെ ഇനി അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് അത് പടരാതെ അതിൻ്റെ സത്യാവസ്ഥ വളരെ പെട്ടെന്ന് പുറത്തുവിടുകയും അതിനെ അടിച്ചൊതുക്കുകയും ചെയ്തിരിക്കുന്നു മറാഠ പോലീസ്, മഹാരാഷ്ട്ര പോലീസ്. നമുക്ക് വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണത്തിൽ ആരും വിശ്വസിക്കരുത്. സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ, ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഏതൊരു പ്രതിഷേധത്തിനും മുന്നിട്ടിറങ്ങാവുള്ളൂ എന്ന് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ആ അഭ്യർത്ഥന എല്ലാവരും ഉൾക്കൊള്ളണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.